ഹലോ ഗായ്സ്, എല്ലാവർക്കും തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. മധുരക്കണക്ക് എന്ന് പറയുന്ന ഈ പടം റിലീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗ് ഷോ കാണാൻ വേണ്ടി വടക്കഞ്ചേരി ജയഭാരതിയിൽ പോയി. ഞാനും സുല്ലേട്ടൻ ഇതിനകത്തൊരു പാർട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പടം കാണാൻ വേണ്ടി അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ പടത്തിന് ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നു. ഓരോ ആൾക്കും ഓരോ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നത്തിന്റെ പിറകെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് സാഫല്യമാവുള്ളൂ. അങ്ങനെ സുനിലേട്ടൻ, നമ്മുടെ ചിറ്റൂരിന്റെ കലാകാരനായ സുനിൽ കലാഭവൻ ചേട്ടൻ, അദ്ദേഹം ഇന്ദ്രൻസിനെ ഡബ്ബ് ചെയ്ത ഒരു ചിത്രം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ മോർണിംഗ് ഷോ കാണാൻ വേണ്ടി അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ ചെയ്ത വർക്ക് അടിപൊളിയായിരുന്നു. നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് ആളുകളെ കിട്ടി. 10 ആൾ ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ അവർ പടം ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 10 ആളായി തിയേറ്ററിനകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ അകത്ത് പോയി. എന്താ സുല്ലേട്ടാ മധുരക്കണക്ക്? വേറെ ലെവലാവൂലേ? തിയേറ്ററിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ്. പുതിയ ഡയറക്ടറിന്റെ പടം ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉണ്ടായില്ല. 10 ആളുള്ളത് കൊണ്ട് അതിൽ പടം ഓട്ടിക്കാന്നുള്ള വാക്ക് തന്നുകൊണ്ട് നമ്മൾ കയറിയിരുന്നു. അങ്ങനെ പടം തുടങ്ങാനായി. എല്ലാവർക്കും പൈസക്ക് അത്യാവശ്യം വരുമ്പോ ഞാൻ വേണം, അത് തിരിച്ചു വയ്ക്കാൻ വരുമ്പോ മറ്റേന്ന് വർത്താനം പറഞ്ഞാലുണ്ടല്ലോ ചിലപ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും. അത് പുറത്തു മതിയെന്നാ പറഞ്ഞത്. എന്റെ ചായ വരും കൊടുത്തേക്ക്. സതീഷ് കണാരൻ ചേട്ടന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നൊരു പടം കൂടിയാണ്. അത് കോമഡി അല്ലാതെ ഒരു വില്ലൻ ക്യാരക്ടർ പോലെ പുള്ളി ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ ആര്യാസ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു. സുല്ലായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു. ഭക്ഷണം മേടിച്ച് കഴിച്ചപ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിയാം. ആര്യാസ് എന്ന് പറയുന്ന വലിയ വലിയ ഹോട്ടലിലൊക്കെ നമ്മൾ പോയി ഭക്ഷണം കഴിക്കാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഒരു ഊണിന് 120 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ അവിടുത്തെ പപ്പടം ഒരു രക്ഷയില്ല. ഒരു പപ്പടം കൊണ്ട് നമുക്ക് എന്താണെന്ന് പറയാം, ഒരു വലിയൊരു പാത്രത്തിന് അടപ്പായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു പപ്പടവും ആകെ കിട്ടിയൊരു പപ്പടമാണ്. ആകെ ഫുഡിന് മേടിക്കുന്ന പൈസ 120 രൂപ. 100 രൂപയ്ക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഇങ്ങനെ വലിയ വലിയ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, ബൈ ബൈ.